ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള കാർത്തിക് സൂരാജും സൂര്യൻ കൂടി വന്നിരിക്കുന്നു. അവിടുത്തെ ഒരു അനൗൺസ്മെന്റ് വന്നിരുന്നു. സൂര്യ ഇങ്ങനെ കടലിൻ്റെ അടുക്കായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഒന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കണമായിരുന്നു ഒരു ഷോട്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു കോമിക് ബുക്ക് രീതിയിലുള്ള സംഭവം ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്, ബിഹൈൻഡ് ദ സീൻ എന്നുള്ള രീതിയിൽ. എന്തായാലും രസമായിട്ട് തോന്നി. എന്തായാലും ഞാൻ സ്ക്രീനിൽ എനിക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ. പിന്നെ ബ്രൊമൻസ് എന്ന് പറഞ്ഞ അവിടുത്തെ 4 days പോസ്റ്റ് വന്നു. പിന്നെ പൈങ്കിളി എന്ന് പറഞ്ഞ അവിടുത്തെ 5 days പോസ്റ്റ് വന്നു. പിന്നെ സിംഗിൾ എന്ന് പറഞ്ഞ അവിടുത്തെ ഗ്ലിംസിൽ നിന്ന് 4-5 വരും പറഞ്ഞിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. ശ്രീ വിഷ്ണു അഭിനയിക്കുന്ന പടമാണ്. പിന്നെ മിത്യ എന്ന് പറഞ്ഞ അവിടുത്തെ ഒഫീഷ്യൽ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ശാന്താന പ്രാപ്തി രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ വെനല കിഷോറിന്റെ പേര് ഡോക്ടർ ബ്രഹ്മരം എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള 3 ദിവസം കൊണ്ട് 62.37 കോടി നേടി എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അവർ അറിയിച്ചിട്ടുള്ളതാണ്. എന്തായാലും എൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നാഗാർജുനൻ്റെ ഗസ്റ്റായിട്ട് വരുന്നുണ്ട് നാളെ 5 മണിക്ക്, എന്ന് വെച്ചാൽ February 11. പിന്നെ മഹാ എന്ന് പറഞ്ഞിട്ടുള്ള കാർത്തിക് സുബരാജ് എടുത്ത പടം, വിക്രമൻ വെച്ച എടുത്ത പടമാണ്, OTT റിലീസായ പടമാണ്. ഒരു ഗംഭീര സാധനം തന്നെയായിരുന്നു. എന്തായാലും ഇറങ്ങിയിട്ട് ഇപ്പോൾ 3 years ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പോസ്റ്റ് വന്നു. പിന്നെ വിടാമുറിച്ച് എന്ന് പറഞ്ഞിടത്തിൻ്റെ കേരളത്തിലത്തെ വീക്കെൻഡ് കളക്ഷൻ ആകെ കൂടിയിട്ട് 2.7 കോടി ആയിട്ടുള്ളൂ. പടം ഡിസാസ്റ്റർ ആവാനാണ് ചാൻസ്. എന്തായാലും മൊത്തം വേൾഡ് വൈഡ് 92 കോടിയാണ് ആയിട്ടുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും അജിത്ത് 2 വർഷത്തിന് ശേഷം വന്ന് വലിയ കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മിക്കവാറും ഗുഡ് ബൈഡ് അഗ്ലിയിലായിരിക്കും ആൾ ഒരു ഭൂകമ്പം സൃഷ്ടിക്കാൻ പോകുന്നതാണ് തോന്നുന്നത്. പിന്നെ സമ്മേളനം എന്ന് പറഞ്ഞാൽ അവിടെ February 20 പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ലൈല എന്ന് പറഞ്ഞ അവിടത്തെ 4 days പോസ്റ്റ് വന്നു. പിന്നെ സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ അവിടത്തെ ഹൗസും കിസ്സ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ നാളെ വരുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. യുവൻ ശങ്കർ രാജാണ് മ്യൂസിക് ചെയ്യുന്നത്. പിന്നെ വിശ്വം എന്ന് പറഞ്ഞാൽ ആമസോൺ പ്രൈമിലോട് ഇപ്പോൾ സ്ട്രീമിംഗ് ആയെന്നുള്ള അറിയിച്ചു. പിന്നെ ബേബി ആൻഡ് ബേബി എന്ന് പറഞ്ഞ അവിടത്തെ 4 days പോസ്റ്റ് വന്നു. പിന്നെ എക്സ് റീയൂണിയൻ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള അവിടത്തെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പരിതപങ്ങൾ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ അവിടത്തിൻ്റെ 2ാമത്തെ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യാൻ പോവാണ്. അത് നാളെ രാവിലെ 11 മണിക്കാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ February 11 രാവിലെ 11 മണിക്ക്. പിന്നെ സിറ്റി ലൈറ്റ്സ് എന്ന് പറഞ്ഞ അവിടത്തിൻ്റെ 2 പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മച്ചാക്ക എന്ന് പറഞ്ഞിടത്തിലെ ബേബിമ എന്ന് പറഞ്ഞിട്ടുള്ള സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കൂര എന്ന് പറഞ്ഞ അവിടെ February 28 പുറത്തിറങ്ങുന്ന അറിയിച്ചു. പിന്നെ MG സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 1 അതിൻ്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും നാളെ രാവിലെ 11 പുറത്തിറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. February 11. അത് നെൽസൺ ദിലീപ് കുമാറും സൂര്യൻ കൂടിയിട്ടായിരിക്കും ഇറക്കുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കിസ് എന്ന് പറഞ്ഞിട്ടുള്ള കവിൻ്റെ അടുത്തോളം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ടീച്ചർ February 14 പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് വാലന്റൈൻസ് ഡേക്ക്. പിന്നെ ജെന്റിൽ വുമൻ എന്ന് പറഞ്ഞിടത്തിൻ്റെ ടീച്ചർ വരാൻ പോവാണ് February 12 എന്ന് വെച്ചാൽ മറ്റന്നാൾ 5 മണിക്ക്. പിന്നെ ശബ്ദം എന്ന് പറഞ്ഞിടത്തിൻ്റെ നിസാമിലുള്ള റിലീസ് എടുത്തിരിക്കുന്നത് മൈത്രി മൂവി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞിടത്തെ ശിവ ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങി. പിന്നെ നൈവേട്ട എന്ന് പറഞ്ഞിടത്തിൻ്റെ മ്യൂസിക് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സോണി മ്യൂസിക് എന്നുള്ള അറിയിച്ചു. പിന്നെ 1990s എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മൗഗ്ലി 2025 എന്ന് പറഞ്ഞിടത്തിൻ്റെ ഷൂട്ട് ബിഗിൻസ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ആക്കി. പിന്നെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിമുന്തൻ്റെ അടുത്ത റിലീസിന് എത്താൻ പോണ പടം. അവിടുത്തെ വിജയ് ജേക്കബിൻ്റെ പേര് ബാലകൃഷ്ണൻ KN എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി KPS ലീലയുടെ പേര് സരസ്വതി KN എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മീര വാസുദേവൻ്റെ പേര് ഡോക്ടർ ശാന്തി പ്രസന്നൻ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ അതുല്യ ആശാദത്തിൻ്റെ പേര് ഡോക്ടർ സ്മിത ശ്രീലാൽ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദിലീപ് മേനോന്റെ പേര് ഡോക്ടർ രഘുനാഥ് പിള്ളൈ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദിനേശ് പ്രഭാകരന്റെ പേര് ജോസഫ് KP എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ വർച്ചയുടെ പേര് സഞ്ജന അബ്രഹാം എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഭഗത് മാനുവലിന്റെ പേര് അബ്രഹാം AB എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. എബി എന്ന് വിളിക്കണ പേരായിരിക്കും. പിന്നെ മുത്തുമണിയുടെ പേര് ഡോക്ടർ നളിനി നാരായണൻ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ചാക്കോന്റെ അടുത്ത റിലീസിന് എത്താൻ പോണ പടം. അതിന്റെ കഥ എഴുതിയിട്ടുള്ള ഷാഹി കബീറാണ്. ജോസഫ് എന്ന് പറഞ്ഞ പടം നായട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ റൈറ്റർ ആയിരുന്നു. അതായത് ഈ പടം ഗംഭീരമാവുന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. ട്രെയിലർ കണ്ടിട്ട് പടം കിടലാനാവും എന്നുള്ളതിനാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും February 20 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ നിലവൊക്കെ എന്മേൽ എന്നാടി കോപം എന്ന് പറഞ്ഞിടത്തിന്റെ ട്രെയിലർ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക് വരുന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിന് ഞാൻ എത്തിയിട്ടുണ്ട്. ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന 3ാമത്തെ പടമാണിത്. ധനുഷ് അല്ല അഭിനയിക്കുന്നത്. എന്തായാലും പടത്തിന്റെ ട്രെയിലർ കണ്ടിട്ട് നല്ല പടാവും എന്നുള്ളതിനാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പ്രദീപ് രംഗനാഥന്റെ AGS എന്റർടൈൻമെന്റ് എടുക്കുന്ന പടമാണ് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അശ്വത് മാരിമുത്താണ് ഡയറക്ഷൻ ചെയ്യുന്നത്. എന്തായാലും അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ട്രെയിലറും ഗംഭീരമായിട്ടാണ് തോന്നിയത്. ആളുടെ ലവ് ടുഡേ എന്ന് പറഞ്ഞ പടം ഗംഭീര പടം ആയിരുന്നു. അതേപോലെ ഇതും വേറെ ലെവലാവുന്നതാണ് പ്രതീക്ഷിക്കാം. പിന്നെ LT അമ്പുരാൻ ലൂസിഫറിന്റെ 2ാം ഭാഗമായിട്ടുള്ള പടം. അവിടത്തെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്റേഴ്സ് അല്ല, വീഡിയോസാണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. പോസ്റ്റേഴ്സ് ഉണ്ട് അതിൻ്റെ കൂടെ മാത്രം. മൊത്തം 36 ക്യാരക്ടറാണ്. അതിൽ ക്യാരക്ടർ നമ്പർ 36 ആയിട്ട് അറിയിച്ചിട്ടുള്ളത് ജെയ്സ് ജോയ് ആണ്. ആളുടെ പേര് സേവിയർ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ അതിൻ്റെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ 35ാമത്തെ ക്യാരക്ടർ അതായത് SCVയുടെ പോസ്റ്ററാണ് വന്നത്. ശ്രീലേഖ എന്നാണ് ആളുടെ പടത്തിലത്തെ പേര്. എന്തായാലും ആളുടെയും വീഡിയോ വന്നിട്ടുണ്ട്, പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഇറക്കിയത് 34ാമത്തെ ക്യാരക്ടറാണ്. അനീഷ് G മേനോന്റെ പേര് സുമേഷ് എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് അതിൻ്റെയും പോസ്റ്റർ വന്നിട്ടുണ്ട്, വീഡിയോ വന്നിട്ടുണ്ട്. പിന്നെ 33ാമത്തെ ക്യാരക്ടറായിട്ട് ബൈസാദ് ഖാന്റെ പേര് സലാബത്ത് ഹംസ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ടും പോസ്റ്ററും വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഇത്രയും പോസ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. ഇനി 32 പോസ്റ്റേഴ്സ് വരാണ്ട്. അപ്പോൾ എന്തായാലും വരുന്നുണ്ടായിരിക്കും. ഒരു ദിവസം 2 ആയിട്ടാണ് പുറത്തെടുക്കാൻ തോന്നുന്നുണ്ട്. ഇന്നായിട്ട് 2 വന്നിട്ടുണ്ട് എന്തായാലും. പിന്നെ മോഹൻലാലിന്റെ തുടരും എന്ന് പറഞ്ഞാലും ഈ January 30 പുറത്തിറങ്ങായിരുന്നു. പക്ഷേ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ OTT റൈറ്റ്സ് ഒന്നും പോകാത്ത കാരണം എന്നുള്ളതൊക്കെയാണ് കേട്ടിരുന്നത്. ഇപ്പൊ എന്തായാലും OTT റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും വിറ്റുപോയി എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഇപ്പൊ അടുത്ത് വെച്ചിട്ടുള്ളതിൽ വലിയ തൂക്കം തന്നെയാണ് വിറ്റുപോയിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. പിന്നെ മോഹൻലാൽ സത്യനന്ദിക്കാട് വന്നിക്കുന്ന പടം ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് പൂജ നടക്കും, അല്ലെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങും എന്ന് പറഞ്ഞത് February 10. എന്തായാലും പൂജയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ക്ലാപ്പ് ബോർഡിന്റെ ഫോട്ടോയും പിന്നെ ആന്റണി പെരുമ്പാവൂരും സത്യനന്ദിക്കാടും മോഹൻലാലൊക്കെ ഒരുമിച്ചേക്കുന്ന
ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതിന്റെ ടീം വന്നിട്ടുള്ള ഫോട്ടോ ഉണ്ടാവും കാണിക്കുന്നുണ്ട്. പിന്നെ മോഹൻലാൽ പൂജക്ക് വന്നിട്ടുണ്ടെങ്കിലും ആള് ഷൂട്ടിന് ജോയിൻ ചെയ്യുന്നത് ഫെബ്രുവരി 15 അല്ലെങ്കിൽ 16 ആയിട്ടായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ആ പടത്തിന് പ്രതീക്ഷ ഉണ്ട്, നല്ല പടം ആയി വരട്ടെ. പിന്നെ മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ 7ാം ഭാഗം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടാണ്. ഇത് 8ാം ഭാഗമാണ് ഇനി വരാനുള്ളത്. ഇതാണ് ഇതിന്റെ ഫൈനൽ പാർട്ട്. ഇതോടുകൂടി ഈ ഫ്രാഞ്ചൈസ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ പടം മെയ് 23 2025 പുറത്തിറങ്ങുന്നതാണ് കേൾക്കുന്നത്. ഇതിന്റെ സ്റ്റില്ലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മുന്നത്തെ ഇതിൽ ഞാൻ കാണിച്ചതാണ്, ഇതിലും കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് ആയിട്ട് ഒരു വീഡിയോ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് അവർ. പഴയ ഇതിലത്തൊക്കെ കൂട്ടി ചേർത്തിട്ട് ഒരു വീഡിയോ കാണേണ്ടവർക്ക് കണ്ടോക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ തലപതി വിജയുടെ ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാസീവ് പടമായിരിക്കും എന്നുള്ള പൂജയുടെ പറഞ്ഞിട്ടുള്ളത്. ഒരു ഇന്റർവ്യൂവിൽ വെച്ചിട്ട് മാസീവ് പടമായിരിക്കും എന്നുള്ളത് ചോദിച്ചപ്പോൾ ആ നല്ല രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ മമ്മൂട്ടിയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ റീ റിലീസിന് തീർന്നു. എന്തായാലും 3 ദിവസം വീക്കെൻഡ് കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് 41 ലക്ഷമാണ് നേടിയിട്ടുള്ളത്. മമ്മൂട്ടിയുടെ റീ റിലീസിൽ 2ാം സ്ഥാനത്താണ് ഇപ്പോൾ പടം. ഫസ്റ്റ് എടുക്കുന്നത് വലിയേട്ടനാണ്. വീക്കെൻഡ് കഴിയുമ്പോൾ 48 ലക്ഷമായിരുന്നു അതിന്റെ കളക്ഷൻ. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞാൽ ഈ ഫെബ്രുവരി 14 റിലീസിന് ഉറപ്പിച്ചായിരുന്നു. പക്ഷേ മാറ്റിയിട്ട് ഏപ്രിൽ 10 ആക്കിയിട്ടുണ്ടായിരുന്നു. എന്താ കാരണം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എഡിറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ്. അതുകൊണ്ടാണ് ഇറക്കായിരുന്നത്. എന്തായാലും ഇപ്പോൾ എഡിറ്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പ്രവീൺ പ്രഭാകറാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ സ്കോഡാണ് ലാസ്റ്റ് ആൾ എഡിറ്റ് ചെയ്ത പടം. അതിന്റെ മുന്നേ പറവ, യോബിന്റെ പുസ്തകം, ബാംഗ്ലൂർ റേസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏപ്രിൽ 10 ഗംഭീരം തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.